ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. വാ 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 ഇങ്ങോട്ട് പോകാൻ വേം വാ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇറ്റ്സ് മി ആലിയ സബ. സോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മിന്നുവിന് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾക്ക് അമൃതയിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്. സോ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോവുകയാണ്. സോ ഇത് നമ്മുടെ ചിന്നു, നിങ്ങൾക്ക് കുറച്ച് വീഡിയോയിലൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവളും പിന്നെ ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. സോ നമുക്ക് പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ഒരു കുട്ടി വ്ളോഗാണ്. സോ ഇവിടെ എല്ലാവരും റെഡിയായി നിൽപ്പുണ്ട്. ദാണ്ട് ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഐസ്കൂട്ട് എന്തേ നിൽക്കും. മോർണിംഗ് ഒരു 8:30 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കാരണം ഹബി ഹൈസും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് നമ്മൾ രാവിലെ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. സോ അവിടെ ഒരു 10:30 എത്തണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളപ്പോൾ തൃക്കുന്നപ്പുഴ വഴി പോയിട്ടില്ല, കാരണം അവിടെ ഓൾറെഡി പാലം ഫുള്ള് പൊളിച്ചിട്ടേക്കുക. പകരം ജങ്കാർ സർവീസ് മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ 20 മിനിറ്റ്സ് വെച്ച് വെയിറ്റിങ്ങും ഉണ്ട്. അപ്പം ലേറ്റ് ആകുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ ആറാട്ടുപുഴ വഴിയാണ് ഇന്ന് പോകുന്നത്. ആറാട്ടുപുഴ, കൊച്ചിയടച്ചട്ടി, അങ്ങനെ കായംകുളം എത്തിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആണോ? ആണോ? നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. നല്ല തിരമാല ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. സാധാരണ ഉള്ളതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെ ആയിരുന്നു. പക്ഷെ നല്ല ഇളകി മറിഞ്ഞ് കടൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതല്ലാണ്ട് വേറെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല, ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ സുഖമായിട്ട് പോകാൻ പറ്റി. ഇവിടെ ഫുള്ള് മണ്ണ് കയറിയിട്ടുണ്ട്. കടലെല്ലാം ഇങ്ങോട്ട് കയറി വന്നത്. ആ മണ്ണൊക്കെ ഒഴുകി വന്ന് നടക്കുന്നുണ്ട്. റോഡ് ഫുള്ള് മണ്ണാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ആറാട്ടുപുഴ. ഇവിടെ ഒരു നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നമ്മളിപ്പോൾ അവിടുന്ന് നേരെ കൊച്ചിയടച്ചട്ടി പാലം കയറി അങ്ങനെ നമ്മൾ അമൃത കോളേജിൻ്റെ മുൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് അകത്ത് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇതുവരെ പറയാനിരുന്ന കാര്യം നമ്മുടെ മിന്നയ്ക്ക് ഏത് കോഴ്സ് കിട്ടിയെന്നുള്ളതായിരുന്നു. അവൾക്ക് കിട്ടിയത് BSc ബയോടെക്നോളജി ഹോണേഴ്സ് ഡിഗ്രിയാണ്. അതൊരു 4 years ഡ്യൂറേഷൻ വരുന്നൊരു കോഴ്സാണ്. അവൾക്ക് എൻട്രൻസ് ത്രൂ ആണ് ഈ ഒരു കോഴ്സ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. സോ ഞങ്ങൾ അവിടെ ചെന്ന് ഓർത്ത സെക്യൂരിറ്റിയോട് കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു. എങ്ങനെയുണ്ട്, നമുക്ക് ആദ്യമായിട്ട് ഒരു കോളേജിൽ വരുമ്പോൾ ഉള്ളൊരു ഉത്കണ്ഠയും കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം അവൾ ഇത്രയും നാളും വീട്ടിൽ നിന്ന് പോയിട്ട് വന്നൊരു കുട്ടിയല്ലേ. അപ്പം നമുക്ക് അവളിങ്ങനെ ചേർക്കുമ്പോൾ എങ്ങനെയുണ്ട് ചേട്ടാ അവിടുത്തെ കാര്യങ്ങൾ, കോളേജ് സ്കൂളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ തിരക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഓരോ സ്ട്രീമിനും ഓരോ ബ്ലോക്സാണ്. സോ ഇതിപ്പോൾ ബയോടെക്നോളജിയാണ്. അപ്പോൾ അപ്പുറത്തോട്ടൊക്കെ മാറി ഓരോരോ കോളേജുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെന്ന് കാണുക, വീഡിയോ എടുക്കുന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഓക്കെ ചേട്ടാ, ഞങ്ങൾ എന്തായാലും ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചേട്ടനോടൊക്കെ സംസാരിച്ചു. പിന്നെ മിന്നുവിൻ്റെ അകത്തോട്ടുള്ള എവിടോട്ട് ചെല്ലണം എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പുള്ളി നമ്മളോട് പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ പിന്നെ അകത്തേക്ക് മിന്നും ഉമ്മയും എല്ലാം കൂടെ പോവാണ്. അപ്പോൾ പിന്നെ അതിൻ്റെത് അവിടുത്തെ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ
അങ്ങനെ മിന്നും ഉമ്മയും കൂടെ അവിടുത്തെ എന്തൊക്കെയോ പേപ്പറും അവളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിതാ കോളേജ് ഫുള്ളും ചുറ്റി കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഒരുപാടുണ്ട് കാണാൻ ഗൈസ്. നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോളേജായിരുന്നു. ഹാബിക്ക് വൈസിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. കുറേ മിനിയേച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതാണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ പോണ്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു തവള ഇരിക്കുന്ന കാരണം ഐസ് വേണേൽ അതിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ലായിരുന്നു. പിന്നെ ഇതാ ഇവിടെയാണ് വെയിറ്റിങ്. അപ്പോൾ അതാ ഉമ്മിക്കൊക്കെ മുകളിലോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ മുകളിലേക്ക് പോയി. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ആ ബ്രിഡ്ജിൻ്റെ മിനിയേച്ചർ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആവശ്യം പിന്നെ അവിടെ നിന്ന് വരുന്നേ ഇല്ല. അപ്പോൾ പിന്നെ പിള്ളേർ അടങ്ങി നിൽക്കുമല്ലേ എന്ന് വെച്ചാൽ അവർ നിൽക്കട്ടെ എന്ന് കരുതി ഞാനും അവരെങ്ങ് അവരുടെ പാട്ടിന് വിട്ടു. എന്തായാലും ഇവിടെ അകത്തല്ലേ, ഇപ്പം പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ അവർക്ക് വലിയ ബോറടിയും കാര്യങ്ങളൊന്നുമില്ല. അവരും എൻജോയ് ചെയ്തു. ഞങ്ങൾ ഒരുപാട് നേരം മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ താഴെ വെയിറ്റിങ്. കുറേ നേരം ഞങ്ങളൊരു വെയിറ്റ് ചെയ്തു കേട്ടോ. കുറേയെന്ന് വെച്ചാൽ ഒരു 3-3.5 മണിക്കൂറത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു. അവളുടെ ഓറിയൻറ്റേഷനും ഇൻ്റർവ്യൂവും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞു വരാൻ വേണ്ടി. അപ്പം ഞങ്ങൾ കരുതി ആ ഒരു ടൈമിങ് കൊണ്ട് നമ്മുടെ ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്ട്രീംസിൻ്റെ കോളേജും ബിൽഡിങ്സൊക്കെ ഒന്ന് കാണാം. കോളേജ് എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? വെയിറ്റിങ്ങിലാണ് അല്ലേ? മിന്നുവിന് ദൈവമല്ലേ. അപ്പോൾ ഇതാ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടൊരു ഫ്ലവറാണ്. താമര പോലെ തോന്നി. താമരയാണെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ അവന് ചായ കൊടുക്കുക കേട്ടോ. പുള്ളിക്കാരന് കിട്ടിയ ചായയാണ്. അവന് ചായ അപ്പം വേണമെന്ന് പറയുമ്പോൾ പുള്ളി അതങ്ങ് കൊടുത്തു. അപ്പോൾ അവൻ അപ്പം അവിടെ വെച്ച് കുടിക്കാനാണ്. അവനകത്തേക്ക് പോയി കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നാൽ പിന്നെ നമ്മൾ ഓർത്ത് വന്നാൽ ബാക്കി കോളേജുകളൊക്കെ പോയി കാണാം. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് നല്ല മരങ്ങളും പന പോലെ എന്തൊക്കെയോ സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്താ കണ്ടില്ലേ? അപ്പോൾ ആവിക്കുട്ടൻ അതിൻ്റെ താഴേന്ന് മാറിയുന്നില്ല, അവിടെ തന്നെ നിന്ന് കറങ്ങുക. ഞാൻ പറഞ്ഞിട്ടില്ലേ ആവി ഭയങ്കര ഇങ്ങനെ മരത്തെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചപ്പും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ അവൻ ആ ഗാർഡൻ ഏരിയയിൽ നിന്ന് കുറേ നേരം കളിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡിങ്. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഗാർഡനൊക്കെയാണ്. പിന്നെ അവന് അവിടുത്തെ പൂവും ചെടിയും കായൊക്കെ കണ്ടിട്ട് അങ്ങോട്ടൊക്കെ പോവാണ്. പിന്നെ അവൻ ആ ഒരു മരം ഇഷ്ടപ്പെട്ടു, ഗുൽമോഹറിൻ്റെ. സോ അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു ഉമ്മി അതൊന്ന് വീഡിയോ എടുക്കുക, ആ പൂവൊക്കെ ഒന്ന് വീഡിയോ എടുക്കുമെന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു. ഇനി നമ്മൾ പോകുന്നത് അമൃത കോളേജ് ഓഫ് ബിസിനസ്സിൻ്റെ ഒരു ബിൽഡിങ്ങാണ് നേരെ കാണുന്നത്. വണ്ടി 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 ആ കാണുന്നത് അമൃത സ്കൂൾ ഓഫ് ബയോളജി ബിസിനസ്. നിങ്ങളുടെ മോൻ്റെ വല്ല. അപ്പൊ ഗായ്സ് ഈ കാണുന്നത് സ്കൂൾ ഓഫ് ബിസിനസ്. ടെക്നോളജി സ്കൂൾ ഓഫ് ബിസിനസ്. ഇവിടെ നമ്മുടെ ഹാബിക്കുട്ടന് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ, വലിയൊരു ആല് കണ്ടതാണ്. അവന് ഭയങ്കര അത്ഭുതം. അവന് ഇത്രയും റൂട്ട്സ് ഇറങ്ങിയ ഒരു ആല് കണ്ടിട്ടില്ല. സോ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ചുറ്റും നിൽക്കുകയാണ് ആള്. അപ്പോൾ അവന് മൊത്തത്തിൽ കോളേജ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് അമൃതയുടെ മെയിൻ ബിൽഡിംഗ് ആയ അമൃത കോളേജ് ഓഫ് എൻജിനീയറിങ്ങും എല്ലാം ഉണ്ട്, ആർട്സ് ആൻഡ് സയൻസ് എല്ലാം ഉള്ള കോളേജാണ്. ഒരു അടിപൊളി കോളേജായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നൊക്കെ വെച്ചിട്ട് ഭയങ്കരം എന്താ പറയേണ്ടത് എനിക്കറിയാം. നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്ക് ആ ഒരു കോളേജിൻ്റെ ഭംഗി. അപ്പോൾ ഇതാണ് നമ്മുടെ അമൃത ക്യാമ്പസിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് കയറി ആ വെള്ള കൊട്ടാരം പോലെ കാണുന്നതാണ് ഇവിടുത്തെ ആ ഒരു സുന്ദരമായ ക്യാമ്പസ്. എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാൻ അറിയില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായി ഞാൻ പറഞ്ഞാൽ കുറഞ്ഞു പോകും, എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ട് തന്നെ അത് എൻജോയ് ചെയ്യേ. അത്രയും അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ക്യാമ്പസ്. അടിപൊളി.
ഗൈസ്, എങ്ങനെ ഉണ്ടാവും കുട്ടാ കോളേജ്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. പക്ഷെ ഞാൻ അകത്തോട്ട് പോയി വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് കോള് വന്നു. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ദൂരത്തേക്ക് വന്നിട്ടാണ് ഈ ഒരു കോളേജ് ഉള്ളത്. നമ്മുടെ ബയോടെക്നോളജിയുടെ അവിടെ നിന്നും കുറച്ച് ഇങ്ങനെ നടന്നു വരണം. സോ ഞങ്ങൾ അതിനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഹാബിക്കാണെങ്കിൽ തിരിച്ചു പോകണമെന്നൊരാഗ്രഹവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് എങ്ങനെയും പോകുമായിരുന്നു. അതുകൊണ്ട് കാരണം അവൻ അത്രയും ആ കോളേജ് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഗാർഡനിങ് ആണെങ്കിലും എല്ലാം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് പോകുമ്പോ വേം വാ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അമൃത ക്യാമ്പസ് വിസിറ്റ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല ക്യാമ്പസ്, വല്ലതും പറയാനുണ്ട്? ക്യാമ്പസ് ഒരു രക്ഷയില്ല, അടിപൊളി. എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മാഷാഅല്ലാഹ് അവളുടെ സ്റ്റഡീസും അതുപോലെ ബിഗ് ഡ്രീം ആയിരുന്നു. അമൃതയില് ക്യാമ്പസ് എങ്ങനെയുണ്ട്? സൂപ്പർ, ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ജിന്നു? ഹലോ ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ മിന്ന ഓറിയൻറ്റേഷൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പോയത് ആ ടൈമിങ്ങിലാണ് ഇതൊക്കെ കവർ ചെയ്തത്. ഞങ്ങൾക്ക് ഈ ഒരു ക്യാമ്പസിനെ പറ്റി പറയാനാണെങ്കിൽ വാവ് എക്സ്പ്രഷൻ ആയിപ്പോയി. എല്ലാവർക്കും അറിയാം അമൃതയെ പറ്റി, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യണേ ഇവിടെ. മാഷാഅല്ലാഹ് അടിപൊളി. ഇനി അവിടെ മിന്നു ഇപ്പം എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമെന്ന് പറഞ്ഞ് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഗൈസ്. ഒരുപാട് വെയിറ്റ് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവളുടെ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ പിള്ളേർ ബോറടിച്ച് ഇപ്പോൾ അത് അകത്ത് വന്നിരുന്ന ഗെയിം കളിയും അങ്ങനെ കുറേ കഴിഞ്ഞ് അവന്മാർക്ക് ബോറടിച്ച് പിന്നെ ഒരു വെളിയിൽ പോയി. പിന്നെ ഞാൻ അവരുടെ വെളിയിലൊക്കെ കുറച്ച് നേരം വന്നിരുന്നു. പിന്നെ അവരൊക്കെ അവിടെ കുറേ നേരം ഓടി കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതാ ബോറടി മാറ്റാനായിട്ട് ഈ ഗാർഡനിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഞാൻ രണ്ടുപേരെയും. ഹൈസ്കൂട്ടറിന് ഒരു രക്ഷയില്ല, കാണുന്നിടത്തെല്ലാം ഓടിപ്പോവുക. വണ്ടി ഇടയ്ക്കൊക്കെ വരുന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവനെ പോയി അങ്ങ് പിടിച്ചു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു പട്ടി ഓടിക്കാൻ വന്നതാണ് കേസ് നിങ്ങളീ കാണുന്നത്. പിന്നെ ഐസുവിനെ ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. ഐസു എല്ലായിടവും അങ്ങ് ഓട്ടമായിരുന്നു. ഞാൻ പിന്നെ കൈ തന്നെ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്ന ആളെ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉമ്മി മാത്രം ഇറങ്ങി വന്നു. ഉമ്മി പറഞ്ഞു മിന്നുവിനെ എപ്പോഴും കഴിഞ്ഞിട്ടില്ലാന്ന്. അങ്ങനെ ഒരു 3 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ആള് വന്നു. എങ്ങനെയുണ്ട്? അഡ്മിഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് മിന്നക്ക് ഹോസ്റ്റലും കോളേജിൻ്റെ തന്നെ കിട്ടിയത്. സോ അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ കോളേജിൻ്റെ ഹോസ്റ്റലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് കാണാൻ പറഞ്ഞു. അങ്ങനെ മിന്നുവിൻ്റെ ഹോസ്റ്റൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. കേറ് ഉമ്മി കേറ്. ഇതാണ് നമ്മുടെ മിന്നുവിൻ്റെ ഹോസ്റ്റൽ. അവൾക്ക് കിട്ടിയേക്കുന്ന ബ്ലോക്ക് യമുന ബ്ലോക്കാണ്. സോ ഇവിടെയാണ് അവളുടെ ഹോസ്റ്റൽ. ഞാൻ അകത്തോട്ടൊന്നും വീഡിയോ കയറ്റിയില്ല, കാരണം നമ്മൾ വെളിയിൽ നിന്ന് മാത്രം ജസ്റ്റ് വീഡിയോ എടുത്തിട്ടേ ഉള്ളായിരുന്നു. സോ കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു അടിപൊളി ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഇതാണ് ഹോസ്റ്റലിലെ മൊത്തത്തിലുള്ള റിവ്യൂ എന്ന് പറയുന്നത്. ഗംഗയല്ല, അവൾ യമുന. ഇത് മിന്നുവിൻ്റെ ഹോസ്റ്റൽ. പിന്നെ നമ്മൾ ഹോസ്റ്റലെല്ലാം കണ്ടതിന് ശേഷം കോളേജിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മളിപ്പം ഇപ്പോൾ തന്നെ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ച് കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക്
പ്ലാനറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ ഇറങ്ങിയതാണ്. ട്രീറ്റ് ആണോ മിന്നു? ട്രീറ്റ് ആണോ? വാ 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 ഐസി വാ. അത് സമയം കഴിഞ്ഞ് 3 മണി. ഞാൻ ഈ 4 ടേബിൾ അങ്ങനെ ഇരിക്കും. ഇവിടെ ഇരി. അപ്പം നമ്മൾ ഫുഡ് അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉമ്മി മാത്രം ഒരു മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഇല്ല ഇല്ല ഇത്ര ചിക്കൻ ഹാബിക്ക് ഇതാർക്കാം നീ ഇതിനകത്തിട്ട് എങ്ങനെയുണ്ട് വിഹാറ്? കൊണ്ടുവച്ച മയണൈസ് കഴിഞ്ഞു, കെച്ചപ്പ് കഴിഞ്ഞു, ആർക്കും വേണ്ടത്. എന്താ വേറെ? ടൊമാറ്റോ അല്ലല്ല, വേറെന്താ പറയും, സള്ളാസും. അപ്പോൾ ഞങ്ങളൊക്കെ മുന്നേ ഫുഡൊക്കെ കഴിച്ച് കൈയും കഴുകി ഒരാൾ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. നമ്മുടെ ഐസ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി, അവൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഉണക്കിയതായിരുന്നു ഐസിനെ. അവിടുന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ പോയത് ഐസുക്കുട്ടൻ്റെയും മാബിക്കുട്ടൻ്റെയും ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവരുടെ മുടി അത്യാവശ്യം ഇപ്പോൾ വളർന്ന് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരെയും ഹെയർ കട്ട് പോകുന്ന വഴിക്ക് നമുക്കിനി ഹെയർ കട്ട് ചെയ്യാൻ കയറണം. അങ്ങനെ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഷോപ്പിൽ വന്നിട്ടുണ്ട്. അവിടെ എത്തിയപ്പം കുറച്ച് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് ആദ്യം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നീട് നമ്മുടെ ഹാബിക്കുട്ടനെയാണ് ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി കയറ്റിയത്.
ഹാബിക്കുട്ടൻ ബോക്സ് കട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ബോക്സ് കട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അവന് തന്നെ ചിരി വരികയാണ്. അങ്ങനെ എന്തായാലും അവൻ അടങ്ങിയൊക്കെ ഇരുന്ന് കൊടുത്തു. അവൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ആ ക്ലിപ്പ് ഇങ്ങനെ തലയിൽ വെച്ചത് അവൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കൈസ് അവൻ പറഞ്ഞ് പെൺപിള്ളേർ ഇടുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഹാബിക്കുട്ടൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇതാ ചേട്ടനാണെങ്കിൽ അവൻ്റെ ആ ഒരു മുടി എല്ലാം ഇങ്ങനെ ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ഹാബിക്കുട്ടൻ്റെ ഒരു ഫൈനൽ ലുക്ക്? ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഐസുവിനെ കയറ്റി. ഐസുക്കുട്ടൻ പിന്നെ തുന്തരി കുട്ടനാണ്. ഇപ്പം താണ്ട ആൾ ഇപ്പോൾ ഓക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്, ചിരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഹെയർ വെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആളുടെ യഥാർത്ഥ സ്വഭാവം എടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും അടങ്ങിയിരിക്കുന്നില്ല. ക്ലിപ്പൊക്കെ ഊരിയെടുക്കാനും അങ്ങനെയൊക്കെ കുറേ പണി ഞാൻ ചെയ്യും. പിന്നെ അവൻ്റെ കൈ കാണുന്നില്ലെന്നും പറഞ്ഞായി പിന്നെ വഴുകതേ കാണാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൈയൊക്കെ എടുത്തിട്ട് ക്ലിപ്പൊക്കെ ഊരിയെടുക്കാൻ നോക്കും ആള്. ഐസുക്കുട്ടനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് പിടിച്ചു കൊടുത്തിട്ടാണ് ഹെയർ കട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഐസുക്കുട്ടൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ് ഹാബിക്കുട്ടൻ്റെ ഐസുക്കുട്ടൻ്റെ ഹെയർ കട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് രാവിലെ വീട്ടിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയപ്പം വലിയ മഴയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഹെയർ കട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ കവല തൃക്കുന്നപ്പുഴ റൂട്ടിലൂടെയാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ജങ്കാറ് വഴി വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ നമ്മളിതാ ജങ്കാറ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാനിങ്ങനെ ബാക്കിൽ ആ ഒരു ഗ്ലാസിൻ്റെ അത് വഴി ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പിംഗ് എടുത്തതാണ്. ജങ്കാറിലോട്ട് ഓരോ വണ്ടികളായിട്ട് അവിടെ നിന്ന് കയറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉമ്മി ആദ്യമായിട്ടാണ് ജങ്കാറിൽ ഇങ്ങനെ കാറിലിരുന്ന് കയറുന്നത്. അപ്പോൾ ഉമ്മിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ എങ്ങനെ നമ്മൾ ഇറങ്ങണോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എന്തായാലും എന്താ ജങ്കാറിൽ നമ്മുടെ വണ്ടിയും കയറ്റി. നമ്മുടെ തൃക്കുന്നപ്പുഴ പാലം നമ്മുടെ കണ്ണാടിക്കാ പുള്ളിക്കാരൻ ഓട്ടം വരുന്നു. ഇത് വെള്ളം വരുന്നു. ഇതാണല്ലേ നൗകന്റെ ചേട്ടൻ്റെ
അപ്പോൾ ഗൈസ് നമ്മളിതാ ജങ്കാറൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സബായിക്ക അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സബായിക്കയെ വെച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ആൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുന്നത് കാരണം അത്ര കോപ്പറേറ്റ് ചെയ്തില്ല. എന്നാലും പോട്ടെ, ഇൻഷാല്ലാ നമുക്ക് ഇനിയും വീഡിയോസിലൊക്കെ കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ബൈ, ടേക്ക് കെയർ.